പത്തനംതിട്ടയിൽ ജീവനൊടുക്കിയ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവ് എഴുതിയ കത്ത് പുറത്തുവിട്ട കുടുംബം. ചില കുട്ടികളിൽ നിന്ന് പരിഹാസവും മാനസിക ബുദ്ധിമുട്ടും നേരിടുന്നുവെന്നാണ് ഈ കുറിപ്പിൽ ഉള്ളത്. ഹോസ്റ്റലിൽ നിന്നും കൈപ്പറ്റിയ പേപ്പർ കെട്ടിനുള്ളിലാണ് കുറിപ്പുണ്ടായിരുന്നത്. അതേസമയം ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സീതത്തോട് നഴ്സിംഗ് കോളേജിലേക്ക് സ്ഥലം മാറ്റി. കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അമ്മുവിന്റെ പിതാവ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകി. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, ഇന്നിപ്പോൾ പുറത്തുവന്ന ഈ ഒരു കുറിപ്പ്, അതിൽ 2 വരി മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ലേ? സായ്, അമ്മുവിന്റെ പിതാവ് സജീവ് ഇന്ന് പത്തനംതിട്ടയിൽ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട ഡിവൈഎസ്പിയെ കണ്ടിരുന്നു. തുടർന്ന് ഹോസ്റ്റലിലെത്തി അമ്മുവിന്റെ മുറിയിൽ നിന്നും അമ്മുവിന്റെ പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും കൈപ്പറ്റിയിരുന്നു. മുറിയിലുണ്ടായിരുന്ന പേപ്പർ കെട്ടിൽ നിന്നുമാണ് അമ്മുവിന്റെ കുറിപ്പ് കണ്ടെത്തിയത്. ക്ലാസ് ടീച്ചറെ അഭിസംബോധന ചെയ്താണ് കുറിപ്പ്. ഞാൻ അമ്മു സജീവ്, SME പത്തനംതിട്ടയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. കുറച്ച് നാളുകളായി ചില കുട്ടികളിൽ നിന്നും എനിക്ക് പരിഹാസവും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു. ഇത്രയുമാണ് കുറിപ്പിൽ ഉള്ളത്. സഹപാഠികൾ തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതായി അമ്മു മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. ഇന്ന് ഒരു പരാതി കൂടി അമ്മുവിന്റെ പിതാവ് സജീവ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് നൽകി. നഴ്സിംഗ് കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകൻ സജിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. അധ്യാപകന്റെ ക്യാബിനിൽ സഹപാഠികളുടെ മുന്നിൽ അധ്യാപകൻ മകളെ കുറ്റവിചാരണ ചെയ്തതായി പിതാവ് സജീവ് പറഞ്ഞു. ലോഗ് ബുക്ക് കാണാതായതെന്ന പരാതി സഹപാഠികൾ കെട്ടിച്ചമച്ചതാണെന്നും പിതാവ് സജീവ് പറഞ്ഞു. അതേസമയം പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ കലാമിനെ പത്തനംതിട്ട സീതത്തോട് നഴ്സിംഗ് കോളേജിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുറത്തുവന്ന കത്തിനനുസരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പ്രവീണാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.